നമ്മൾ പല റേഡിയോ അമേച്ചേഴ്സും സിറ്റിയിൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരാണ്. ഞാനല്ല. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ടെറസിലേക്കുള്ള ആക്സസ് ലിമിറ്റഡ് ആണ്. പിന്നെ ആൻറ്റന കേബിൾ കൊണ്ടുവന്നതിനും റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു ടെറസിൽ ഒരു കേബിൾ മാത്രമേ റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വേണ്ടി വരുന്നൊരു കാര്യമാണ് ആൻറ്റന സ്വിച്ചിങ്. ടെറസിലിപ്പോൾ 2 ആൻറ്റന 3 ആൻറ്റന വയ്ക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ സ്വിച്ച് ചെയ്യേണ്ടി വരും. എനിക്ക് അതുപോലൊരു സാഹചര്യം ഉണ്ട്. എൻ്റെ ഒരു ചെറിയ ടെറസാണ്. അവിടെ കഷ്ടിച്ച് 2-3 ആൻറ്റനയൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ കുറേ കേബിൾ വീടിനകത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ VU2 TUM ആയിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 433 MHz റിമോട്ട് സ്വിച്ചിങ് ഉപയോഗിച്ചിട്ട് ആൻറ്റന സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വായിച്ചു നോക്കി. നാഷണൽ ഫ്രീക്വൻസി അലൊക്കേഷൻ പ്ലാൻ 2022 പ്രകാരം വെരി ലോ പവർ എക്യുപ്മെൻറ്റ് 433 MHz ബാൻഡിൽ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് റിമോട്ട് കൺട്രോൾ ഡിവൈസസ്, ലൈറ്റുകൾ, മോട്ടർ, ഗേറ്റ് തുറക്കാനുള്ള മോട്ടർ, സെക്യൂരിറ്റി സിസ്റ്റം, ഹോം ഓട്ടോമേഷൻ മുതലായവയ്ക്ക് ഈ 433 MHz സ്വിച്ചിങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കുറേ ഡിവൈസസ് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ വെറുതെ ഒരു അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാൻ സാധാരണ മറ്റ് സാധനങ്ങളൊക്കെ ഇലക്ട്രോണിക് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിൽ ചോദിച്ചപ്പോൾ അവിടെ ഒരു പീസ് ഉണ്ട് 433 MHz സ്വിച്ചിങ്ങിൻ്റെ. അപ്പോൾ വേഗം പോയി അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. അതാണ് ഈ കാണുന്നത്. കടയിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ അതിൽ പവർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ റിമോട്ട് വർക്കേജ് കാണിച്ചു. റിമോട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു ചുവന്ന LED ഉണ്ട്, അത് കത്തുന്നതൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഈ 433 MHz റിമോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വീട്ടിൽ TVക്കൊക്കെ ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് റിമോട്ടാണ്. അപ്പോൾ അത് ചുമരിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും അപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇത് താഴെ നമ്മൾ ഷാക്കിൽ നിന്നിട്ട് റിമോട്ട് ഉപയോഗിച്ചാൽ ടെറസിൻ്റെ മുകളിൽ എത്തുന്നതാണ് പറയപ്പെടുന്നത്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, ഇനി അത് പരീക്ഷിച്ച് നോക്കണം. പക്ഷേ അതിന് മുമ്പ് ഞാൻ വിചാരിച്ച ഒരു കാര്യം ചെയ്തു നോക്കണം. അതായത് എനിക്കൊരു RTL SDR ഉണ്ടല്ലോ, ഈ അടുത്ത് ഞാൻ വാങ്ങിച്ചത്. അതിൽ സാറ്റലൈറ്റ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിമോട്ട് ഓൺ ആക്കുമ്പോൾ അതിൽ 433 MHz ഡിസ്പ്ലേ വരുന്നുണ്ടോ, അതായത് വാട്ടർഫാൾ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് അടുത്ത പ്ലാൻ. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇതിൻ്റെ റേഞ്ച് ടെറസിൻ്റെ മുകളിലേക്ക് എത്തുമോ എന്ന് നോക്കണം. പിന്നെ അതും കഴിഞ്ഞിട്ട് വേണം